ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡിസൈനർ നെക്ക് വരുന്ന അംബർല ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാരിയാണ്. പിന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് 3.5 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ ലൈനിങ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയിട്ട് ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. സീം അലവൻസ് ഉൾപ്പെടെയാണ് 16 ഇഞ്ച് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 12 ഇഞ്ചസ് ആണ്. ഇതൊരു മീഡിയം സൈസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് ഇവിടെയും ഓപ്പൺ സൈഡ് അപ്പുറത്തെ ഭാഗത്തുമാണ്. ഈ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു സോറി ചോദിക്കുവാണ് കേട്ടോ. ഞാൻ ആം ഹോളും ഷോൾഡറൊക്കെ എടുത്ത് ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ഓർക്കാതെ. ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഓർക്കാതെ ഞാൻ ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 6.5ഉം ആം ഹോള് 6.5 തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തൊരു ആം ഹോളിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുത്തത്. ഞാൻ എന്തായാലും ഇത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്ക് വിഡ്ത്തായിട്ട് ഞാൻ 3 ഇഞ്ചസും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 4.5ഉം ഫ്രണ്ട് നെക്ക് 7 ഇഞ്ചസുമാണ് എടുത്തത്. ഫ്രണ്ട് നെക്കിന് ഒരു കർവ് വി ഷേപ്പാണ് കൊടുത്തത്. ബാക്ക് നെക്ക് റൗണ്ടാണ് കൊടുത്തത് കേട്ടോ. പിന്നെ വേസ്റ്റ് റൗണ്ട് ഇവിടെ എടുക്കുന്നത് 9 ഇഞ്ചസാണ്. 9 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ നിന്ന് മുകളിലേക്കായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കർവ് ഷേപ്പ് കൊടുക്കണം. അതിനുശേഷം ആദ്യം ബാക്ക് നെക്കും ബാക്ക് ആമോളും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആമോളും അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കൂടി നമ്മൾ കുഴിച്ച് വെട്ടിയത് കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലൈനിങ്ങിൽ കട്ട് ചെയ്തു. ഇനി ഇത് മെയിൻ ഫാബ്രിക്കിലും കൂടി കട്ട് ചെയ്തെടുക്കണം. മെയിൻ ഫാബ്രിക് ഞാൻ 2 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ തെന്നി മാറുന്ന തുണിയായത് കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് അടിച്ചിട്ട് ബാക്കി വരുന്ന പീസുകൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെയിം അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ നല്ല വശം കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളും നെക്കും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നീറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആം ഹോളും ഷോൾഡറും നെക്കും കൂടി നമ്മൾക്കൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് മുകളിലായിട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ബാക്കി വരുന്ന 3 സൈഡും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഫ്രണ്ട് നെക്കിൽ നമ്മളൊരു ഡിസൈനർ പാറ്റേൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലേസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു അങ്കരക്ക പാറ്റേണിലാണ് ഈ നെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെയാണ് ആ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ലേസ് ആദ്യം വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസിൽ തന്നെയായിട്ട് ലേസ് മാത്രം എടുത്തിട്ട് ഒരു സ്റ്റിച്ച് മെഷീനിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലേസ് കറക്റ്റായിട്ട് കേവായിട്ട് വളഞ്ഞു വരും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലേസ് വളഞ്ഞു വരും. അപ്പോൾ ആദ്യം ലേസിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഈ നെക്കിൽ പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ലേസിൻ്റെ മുകളിലായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് പോലെ സ്ലാൻഡിങ് ആയിട്ട് വെച്ചിട്ട് ഇതും ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഫ്രണ്ട് നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി നല്ല വശവും വരുന്ന വിധത്തിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി ഇവിടെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ സൈഡും ഇവിടെ ക്ലോസ് സൈഡുമാണ് വരുന്നത്. ഈ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഈ തുണിയുടെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചസാണ്. ഞാനൊരു ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചാണ്.
നമ്മൾ ആം ഹോൾ എത്രയാണോ എടുത്തത് അതിൻ്റെ കൂടെ 2 അല്ലെങ്കിൽ 3 ഇഞ്ച് എക്സ്ട്രാ ഈ തുണി എടുത്ത് മടക്കിയിട്ട് കഴിയുമ്പോൾ 2-3 ഇഞ്ച് എക്സ്ട്രാ വരുന്ന പോലെ എടുക്കണം കേട്ടോ. അതിനുശേഷം ഓപ്പൺ സൈഡിൽ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. സ്ലീവ് റൗണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി മാർക്കിങ്ങിലൂടെ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോളിൽ നിന്ന് മാത്രം ഒന്ന് കുഴിച്ച് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്ലീവിലും ഒരു ലേസ് പാറ്റേൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അടിഭാഗം 4 ഇഞ്ച് വെച്ച് മടക്കി അടിച്ചതിന് ശേഷം ഈ ലേസ് ഇങ്ങനെ ഇതിൻ്റെ സ്ലീവിൻ്റെ ബോട്ടത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഒരു പ്രാവശ്യം കൂടി 2 സ്റ്റെപ്പായിട്ടാണ് ഈ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ലേസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവും അതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യോക്കിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ യോക്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും യോക്കിൻ്റെ ഫ്രണ്ട് പോർഷനും കൂടി ഒരുമിച്ച് വെച്ച് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം ഇത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 2 സ്ലീവ് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ബാക്കി വരുന്ന സാരി ഫോൾഡ് ചെയ്തതെന്നുള്ളത്. കാരണം സാരിയിൽ കാണിക്കുമ്പോൾ ലെങ്ത്ത് കൂടുതലായത് കാരണം മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കി യോക്കും സ്ലീവൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സാരിയുടെ ക്ലോത്ത് ഞാനിങ്ങനെ ആദ്യം 2ആയിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നു. അത് 2ആയിട്ട് മടക്കണം. പിന്നെ ഇത് ലെങ്ത്ത് വൈസ് തന്നെ ഞാൻ ഒന്നുകൂടി മടക്കിയിട്ടോ. പേപ്പറിന് ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത്. സാരി ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഈ ഭാഗത്ത് ഈ ഫോൾഡഡ് ഭാഗത്താണ് ഞാൻ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തത്. പിന്നെ ലെങ്ത്തും അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അത് തുണിയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തത്. ഇത് വേറെ മെത്തേഡിലും ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്കിവിടെ 2 പീസായിട്ട് കിട്ടും. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ആയിട്ട് 2 പീസ് കിട്ടും. ഇത് ഞാൻ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഈ ഫോൾഡഡ് സൈഡാണ് ഈ ഭാഗത്ത് കാണുന്നത് കേട്ടോ. എൻ്റെ നേരെ കാണുന്നത് ഫോൾഡഡ് സൈഡാണ്. ഇവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് റൗണ്ട് പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ 4 ആണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 7.8 അതാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. എനിക്കിവിടെ കിട്ടുന്നത് 6 ആണ്. ആ 6 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 6 തന്നെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6 ഇഞ്ച് കിട്ടുന്നത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ലെങ്ത്ത് കിട്ടുന്ന അത്ര ഞാൻ എടുത്തിട്ടുണ്ട്. 27 ആണ് എനിക്ക് കിട്ടിയത്. ആ 27 മൊത്തം ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് ഇഞ്ച് ടേപ്പ് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അതൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത് കേട്ടോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെയിം ലൈനിങ്ങിലും കട്ട് ചെയ്യണം. ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം പിന്നെ കോണായിട്ടാണ് മടക്കിയിട്ടത്. എന്നിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കോൺ ഭാഗത്തു നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത്. ഇത് ഓപ്പൺ സൈഡാണ്, ഇപ്പുറത്ത് ക്ലോസ് സൈഡുമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെട്ടിയ മെയിൻ ഫാബ്രിക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു അളവിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനേക്കാൾ 2 ഇഞ്ച് കുറച്ച്, അതായത് 25 ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്ത് കട്ട് ചെയ്തത് കേട്ടോ. ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ്റ് ചെയ്താണ് വന്നത്. അപ്പോൾ നമ്മൾക്കിത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട്. ഈ ജോയിൻ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം.
അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്കേർട്ടും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ടും കൂടി അറ്റാച്ച് ചെയ്യാം. യോക്കിൻ്റെ നല്ല ഭാഗവും സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് എത്രയാണോ വിട്ടത് അതനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്യുമ്പോൾ ഈ യോക്കിൻ്റെ താഴത്ത് നിന്ന് ഒരു 3.5 ഇഞ്ച് വരെ ലൈനിങ്ങും മെയിൻ പാർട്ടും ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. അതിനുശേഷം നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇങ്ങനെ 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക, അല്ലെങ്കിൽ ഹെം ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ മെയിൻ ഫാബ്രിക് മാത്രം ഞാൻ ഹെം ചെയ്താണ് എടുക്കുന്നത്. ഹെമ്മിങ് ഫൂട്ട് വെച്ചിട്ട് ലൈനിങ് 2ആയിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്തത് കേട്ടോ. മെയിൻ ഫാബ്രിക് ഇങ്ങനെ ഹെം ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഒന്ന് അറിയിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് എൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇതാണ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഓൺലി ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്ക് പാറ്റേണും ഇതിൻ്റെ നെക്ക് പാറ്റേണും ഡിഫറൻ്റ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.